ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ഇൻ ദ വേൾഡ്, അല്ലെ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് പ്രസന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറെ ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. എന്താ പറയുന്ന നോക്കി. There are some dates or periods of the time in the history of the world that are so significant that everyone knows and remembers them. There are some dates, ചില dates or periods അല്ലെങ്കിൽ of time, അല്ലെ, in the history of the world that are so significant that everyone knows and remembers them. Everyone knows and remembers some dates and periods of time, അല്ലെ. മിക്ക ആൾക്കാരും അറിയാവുന്ന ഓർത്ത് വെക്കുന്ന ചില ഡേറ്റുകളുണ്ട്, അല്ലെ, ചില പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അല്ലെങ്കിൽ the story you will read mentions on such a date and event. This story mentions such an event, അല്ലെ, or a date. A war between the British and the Germans in 1940. ഏത് കാര്യമാണ് പറയുന്നത്? A war, അല്ലെ, ഒരു യുദ്ധമാണ് പറയുന്നത്. Between the Brits and the Germans in 1914, അല്ലെ, ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ജർമ്മൻസും തമ്മിൽ 1914 1914 നടന്ന ഒരു വാറിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ സ്റ്റോറി പറയുന്നത്. Can you guess which war it is? അപ്പൊ ഏതായിരിക്കാം ജർമ്മൻസ് ആൻഡ് ബ്രിട്ടീഷ് 1914 നടത്തിയ യുദ്ധം എന്ന് പറയുന്നത്, വാർ എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെ, ഒന്നാം ലോക മഹായുദ്ധം 1914 to 1918, അല്ലെ, 1914 മുതൽ 18 വരെയുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു സംഭവം, ഒരു ഇവന്റ് ആണ് നമ്മുടെ ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ പഠിക്കും. അപ്പൊ അതിന് താഴെയായിട്ട് കുറെ ഡേറ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 4th July 1776, 6th August 1945, 12th April 1961, 17th December 1903, 30th January 1948 and 20th July 1969. അപ്പൊ ഈ ഡേറ്റ്സ് ഒക്കെ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഏതാണ്? 4th July 1776 എന്ന് പറയുന്നത് അമേരിക്ക ഇൻഡിപെൻഡന്റ് ആയ ദിവസമാണ്, അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇൻഡിപെൻഡന്റ് ആയ ഡേറ്റ് ആണ് 4th July 1776 എന്ന് പറയുന്നത്. 6th August 1945 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 6 എന്ന് പറയുന്നത് എന്താണ്? ഹിരോഷിമ ഡേ ആണ്, അല്ലെ. ജപ്പാനിലെ ഹിരോഷിമയില് അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ച ദിവസമാണ് എന്ന് വെച്ചാൽ 6th August 1945 എന്ന് പറയുന്നത്. ഇനി അടുത്ത 12th April 1961, 1961 ഏപ്രിൽ 12. എന്താ പ്രത്യേകത? യൂറി ഗഗാറിൻ എന്ത് ചെയ്തത്? ആദ്യമായി സ്പേസ് യാത്ര നടത്തി, അല്ലെ, ശൂന്യാകാശത്ത് എത്തിച്ചേർന്ന ആദ്യ വ്യക്തിയായിട്ട് യൂറി ഗഗാറിൻ മാറിയത് 12th April 1961. പിന്നെയുള്ള 17th December 1903 ആണ്, 1903 ഡിസംബർ 17 എന്ന് പറയുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? റൈറ്റ് സഹോദരന്മാർ എന്ത് ചെയ്യുന്നത്? എയർപ്ലെയിൻ പറത്തി പരീക്ഷ. 30th January പ്രത്യേകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1948, അല്ലെ, എന്താണ്? ഗാന്ധി വാസ് അസാസിനേറ്റഡ്, മഹാത്മാഗാന്ധിയെ അസാസിനേറ്റ് ചെയ്ത ദിവസമാണ് എന്ന് വെച്ചാൽ January 30, 1948 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20th July 1969, അല്ലെ, 1969 ജൂലൈ 20. എന്താ പ്രത്യേകത? നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമാണ് 1969 ജൂലൈ 20. ഓക്കെ, അപ്പൊ ഇത്രയും ഡേറ്റ്സ് ആൻഡ് ഈവന്റ്സ്, അല്ലെ. അപ്പോ ഇതെല്ലാം തന്നുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, I spotted it in a junk shop in Bridport, a roll-top desk. The man said it was early 19th century and oak. I had wanted one, but they were far too expensive. This one was in a bad condition. The roll top in several pieces.
one leg clumsily mended, scotch marks all down on one side. It was going for very little money. I thought I could restore it. It would be a risk, a challenge, but I had to have it. I paid the man and brought it back to my workroom. At the back of the garage, I began work on it on Christmas Eve. Okay, അപ്പോൾ ഓദർ പറഞ്ഞു തുടങ്ങിയാണ്. I spotted it in a junction. ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. I spotted it. ഞാനത് കണ്ടെത്തി. In a junk shop. എവിടെ വെച്ചിട്ടാണ് കണ്ടെത്തിയത്? In a junk shop. ഒരു junk shop. എന്താ junk shop? നമ്മുടെ ആർട്ടിക്കലാണ്. ഒരു junk ഷോപ്പിൽ വെച്ചിട്ടാണ് പേഴ്സൺ അല്ലെ ആരാണ് ഈ പേഴ്സൺ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ റോൾ ടോപ്പ് ഡെസ്ക് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. റോൾ ടോപ്പ് ഡെസ്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡെസ്ക്. The man said it was early 19th century. ആ ജങ്ക് ഷോപ്പ് ഓണർ പറഞ്ഞു എന്താണ്? It was early 19th century. ഈ ഡെസ്ക് എന്ന് പറയുന്നത് എന്താണ്? early 19th centuryയിലുള്ളതാണ് അല്ലെ. 19th centuryയുടെ തുടക്കത്തിൽ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ളതാണ്. ആൻഡ് ഓക്ക് അതുപോലെ തന്നെ ഓക്ക് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. I had wanted one. അല്ലെ എനിക്കൊരു റോൾ ടോപ്പ് ഡെസ്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. But they were far too expensive. പക്ഷേ ഈ ഡെസ്ക് എല്ലാം എന്തായിരുന്നു? It was far too expensive. വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, വില കൂടിയതാണ്. This one was in a bad condition. But this അല്ലെ one was in a bad condition. ഈ ഡെസ്ക് എന്ന് പറയുന്നത് it was in a bad condition. വളരെ മോശം കണ്ടീഷനായിരുന്നു, വളരെ മോശം അവസ്ഥയിലായിരുന്നു. The roll top in several pieces. അല്ലെ റോൾ ടോപ്പ് എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? സെവറൽ പീസസ് ആക്കിയിരിക്കുകയാണ്, പല കഷ്ണങ്ങളായി തിരിക്കൊണ്ടിരിക്കുകയാണ്. വൺ ലെഗ് ക്ലംസ്ലി മെൻഡഡ്. ഒരു കാലാണെങ്കിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്ലംസി ആയിരിക്കുകയാണ് അല്ലെ. പിന്നെയോ സ്കോച്ച് മാർക്സ് ഓൾ ഡൗൺ ഓൺ സൈഡ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ മുഴുവൻ സ്കോച്ച് മാർക്സ് ആണ്. സ്കോച്ച് മാർക്സ് എന്ന് വെച്ചാൽ എന്താ? തീ പിടിച്ചതിന്റെ പാടുകളെയാണ് നമ്മൾ സ്കോച്ച് മാർക്സ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ ബേൺ മാർക്സ് അല്ലെ. പിന്നെയോ it was going for very little money. അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും അല്ലെ. കാര്യം കാല് കേടാണ്, അതുപോലെ തന്നെ തീ പിടിച്ച പാടുകളുണ്ട്, റോൾ ടോപ്പ് എല്ലാം എന്തിരിക്കുകയാണ്? പല കഷ്ണങ്ങളായിട്ടിരിക്കുകയാണ്. I thought I could restore it അല്ലെ. അപ്പോ I thought ഞാൻ കരുതി I could restore it. എനിക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും അല്ലെ. എന്താ? എനിക്കത് റീസ്റ്റോർ ചെയ്യുക, റിപ്പയർ ചെയ്യുക, കൊടുക്കുക. It would be a risk, a challenge. It would be a risk. പക്ഷെ ഇതിനെ റീസ്റ്റോർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ റിസ്ക് അല്ലെ. റിസ്ക് ഉള്ള കാര്യമാണ്. ആൻഡ് എ ചാലഞ്ച്, അതുപോലെ തന്നെ ഒരു വെല്ലുവിളിയാണ്. ബട്ട് ഐ ഹാഡ് ടു ഹാവ് ഇറ്റ്. പക്ഷെ എന്നിരുന്നാലും എനിക്കത് വേണമെന്ന് തോന്നി. ഐ പെയ്ഡ് ദ മാൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു മൈ വർക്ക് റൂം അല്ലെ. ഐ പെയ്ഡ് ദ മാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആ മനുഷ്യന്റെ പൈസ കൊടുത്ത് ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു മൈ വർക്ക് റൂം അറ്റ് ദ ബാക്ക് ഓഫ് ദ ഗാരേജ്. ഞാൻ എന്റെ ഗാരേജിന്റെ ബാക്കിലെ വർക്ക് റൂമിലേക്ക് ഇത് കൊണ്ട് വെച്ചു. I began work on it on Christmas Eve. ഒരു ക്രിസ്മസ് ഈവിന് I began to work on it. അല്ലെ ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു, അതിനെ ശരിയാക്കാൻ തീരുമാനിച്ചു. I removed the roll top completely and pulled out the drawers. The veneer had lifted almost everywhere. It looked like water damage to me. Both fire and water had clearly taken their toll on this desk. The last drawer was stuck fast. I tried all I could to ease it out gently. In the end, I used to brute force. I struck it sharply with the one side of my fist and the drawer flew open to reveal a shallow space underneath, a secret drawer. There was something in there. I reached it in and took out a small black tin box. Sellotaped to the top of it was a piece of lined notepaper and written on it in shaky handwriting, Jim's last letter, received January 25th, 1915, to be buried with me when the time comes. I knew as I did it that it was wrong of me to open the box, but curiosity got better of my scruples. It usually does. Inside the box there was an envelope. The address read Mrs. Jim McPherson, 12 Copper Beaches, Bridport, Dorset,
I took out the letter and unfolded it. It was written in pencil and dated at the top December 26, 1940. നോക്കാം. I removed the roll top completely. അല്ലെ, ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ ആ റോൾ ടോപ്പ് എല്ലാം പൂർണ്ണമായി വലിച്ചു. And the veneer had lifted almost everywhere. അല്ലെ, veneer എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലായിടത്തും ഇളകിയിട്ടുണ്ട്. The veneer എന്ന് വെച്ചാൽ thin layer of plastic or decorative wood on furniture of cheap wood. അല്ലെ, അപ്പോൾ നമ്മൾ എന്താണ് സാധാരണ ഫേർണിച്ചറിന്റെ ഒക്കെ മുകളിൽ ഒട്ടിക്കുന്ന ചീപ്പ് വുഡിനെയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ വിനീർ എല്ലാം ഇളകി പോയിരുന്നു. It looked like water damage to me. എന്തുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്? വാട്ടർ ഡാമേജ് കാരണമായിരിക്കാം, വെള്ളം വീണിട്ടുള്ള കുഴപ്പമായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ബോത്ത് ഫയർ ആൻഡ് വാട്ടർ അല്ലെ, തീയും അതുപോലെ തന്നെ വെള്ളം. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് ഭാഗത്ത് എന്താണ് സ്കോച്ച് മാർക്സ് ഉണ്ടായിരുന്നു, അല്ലെ, തീ പിടിച്ച പാടുകൾ ഉണ്ടായിരുന്നു. So both fire and water had clearly taken their toll on this desk. ഫയറും വാട്ടറും എന്ത് ചെയ്തിരിക്കുകയാണ്? ക്ലിയർലി ടേക്കൺ ദ ടോൾ. അല്ലെ, അവരവരുടേതായിട്ടുള്ള ഭാഗം ഈ ഡെസ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. വെള്ളവും തീയും അവരവർക്ക് ആവശ്യമുള്ള സാധനം ഈ ഡെസ്കിൽ നിന്നും എടുത്തിട്ടുണ്ട്. The last drawer was stuck fast. അല്ലെ, അതിന്റെ ഏറ്റവും അവസാനത്തെ ഡ്രോയർ എന്ത് ചെയ്യണം? സ്റ്റക്ക് ഫാസ്റ്റ്. അല്ലെ, വളരെ എന്താണ് സ്റ്റക്ക് ആയിട്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നില്ല, തുറന്നു വരുന്നു. I tried all to ease it out gently. അല്ലെ, ഞാൻ പതിയെ അത് വലിച്ചു തുറക്കാൻ വളരെ പരമാവധി ശ്രമിച്ചുവെങ്കിലും it didn't work. അതെന്ത് ചെയ്തില്ല, വർക്കായി. In the end I used brute force. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? തുറക്കാൻ വേണ്ടിയിട്ട് ബ്രൂട്ട് ഫോഴ്സ് തന്നെ ഉപയോഗിച്ചു. അല്ലെ, എന്ന് വെച്ചാൽ സർവ്വശക്തിയും എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? അത് വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. I struck it sharply with the side of my fist and the drawer flew open to reveal a shallow space under. ഞാൻ എങ്ങനെ എന്ത് ചെയ്തു? എന്റെ ഫിസ്റ്റ് കൊണ്ട് പതിയെ എന്താണ് ചെറുതായിട്ട് ഇടിച്ചിടിച്ച് എന്ത് ചെയ്തു? ആ ഡ്രോയർ തുറന്നു. And the drawer flew open to reveal a shallow space underneath. അല്ലെ, അതിന്റെ താഴെ ഒരു ഷാലോ സ്പേസ് ഉണ്ടായിരുന്നു. അല്ലെ, അപ്പോൾ ഡ്രോയർ തുറന്നപ്പോൾ ഒരു ഷാലോ സ്പേസ് അതിന്റെ അടിയിലാണ്. There was something in there. അല്ലെ, സോറി, a secret drawer. അല്ലെ, അപ്പോൾ അതിന് താഴെയായിട്ട് എന്ത് കാണാം? ഒരു സീക്രട്ട് ഡ്രോയർ കാണാം. ഓക്കെ, അപ്പൊ ഇത് തുറന്നപ്പോഴാണ് എന്ത് കാണുന്നത്? ഒരു ഷാലോ സ്പേസിലായിട്ട് ഒരു സീക്രട്ട് ഡ്രോയർ കാണാം. There was something in there. എന്തോ ഉണ്ടായിരുന്നു ആ സീക്രട്ട് ഡ്രോയർ. I reached in and took out a small black tin box. ഞാൻ അത് എന്ത് ചെയ്തു? തുറന്ന് a small black tin box ഞാൻ അതിൽ നിന്നും പുറത്തെടുത്തു. Cello tape to the top of it was a piece of lined paper. അല്ലെ, അതിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സെല്ലോ പേപ്പർ വെച്ച് ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചു. എന്തായിരുന്നു അത്? And written on its shaky handwriting. അല്ലെ, ആ ഷേക്കി ഹാൻഡ് റൈറ്റിംഗിൽ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജിംസ് ലാസ്റ്റ് ലെറ്റർ. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ജിമ്മിന്റെ അവസാനത്തെ ലെറ്റർ. Received January 25, 1950. എന്നാണ് കിട്ടിയിരിക്കുന്നത്? ജാനുവരി 25, 1915. 1915 ജനുവരി 25 ആണ് ഈ ലെറ്റർ റിസീവ് ചെയ്തിരിക്കുന്നത്. To be buried with me when the time comes. എന്നിട്ട് അതിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. To be buried with me. എനിക്കൊപ്പം ബറി ചെയ്യണം, അടക്കം ചെയ്യണം. when the time comes. അല്ലെ, സമയമാകുമ്പോൾ ഈ ലെറ്റർ എനിക്കൊപ്പം അടക്കം ചെയ്യണം എന്നൊരു നോട്ട് കൂടി അതിലുണ്ട്. I knew as I did it that it was wrong of me to open the box. അല്ലെ, അപ്പോ എന്താണ് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് ശരിയാണോ? അല്ലെ, മറ്റൊരാൾക്ക് മറ്റൊരാൾ ബിലോങ് ചെയ്യുന്ന സാധനം എന്ത് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇദ്ദേഹം ചിന്തിച്ചു. But curiosity got the better of my skeptics. പക്ഷെ ക്യൂരിയോസിറ്റി കാരണം, ആകാംക്ഷ കാരണം എന്ത് ചെയ്തു? എന്റെ ആ ഒരു മടി, അല്ലെങ്കിൽ ഇത് തുറക്കണ്ട എന്ന് ചിന്തിക്കാനുള്ള കാരണങ്ങളെല്ലാം മാറിപ്പോയി. കാര്യം അതിനേക്കാൾ വലുതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി, അല്ലെ, ആകാംക്ഷ. എന്താണ് ഇതിന്റെ അകത്ത് നിന്ന് അറിയാനുള്ള താല്പര്യം. ഇറ്റ് യൂഷ്വലി ഡസ്. സാധാരണഗതിയിൽ എനിക്ക് അങ്ങനെ ഉണ്ടാകാറുള്ളതാണ്. അതായത് എന്താണ് നമുക്ക് ഒരു കാര്യം വേണ്ടാതെ തോന്നിക്കഴിഞ്ഞാലും ക്യൂരിയോസിറ്റി കാരണം നമ്മളത് ചെയ്തു. Inside the box there was an envelope. ഇനി ബോക്സിന്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ there was an envelope. ഉണ്ടായിരുന്നു ഒരു envelope ആയിരുന്നു. The address read. ആ അഡ്രസ് എന്തായിരുന്നു? Mrs. Jim Person, 12 Copper Beaches, Bridport, Dorset. അല്ലെ, ഒരു വ്യക്തിയുടെ അഡ്രസ് ആയിരുന്നു. എന്തായിരുന്നു? മിസസ് ജിം പേഴ്സൺ, 12 Copper Beaches, Bridport, Dorset എന്നതായിരുന്നു അതിന്റെ പുറത്തെഴുതിയിരുന്ന അഡ്രസ്.
ഐ ടുക്ക് ഔട്ട് ദ ലെറ്റർ ആൻഡ് അൺഫോൾഡഡ്. അല്ലെ, ഞാൻ എന്ത് ചെയ്തു? ആ ലെറ്റർ പുറത്തെടുത്തു, അൺഫോൾഡ് ചെയ്തു, അതിനെ നിവർത്തി. ഇറ്റ് വാസ് റിട്ടൺ ഇൻ പെൻസിൽ. എന്തിലായിരുന്നു എഴുതിയിരുന്നത്? ഇറ്റ് വാസ് റിട്ടൺ ഇൻ പെൻസിൽ ആൻഡ് ഡേറ്റഡ് അറ്റ് ദ ടോപ്പ്. അല്ലെ, മുകളിലായിട്ട് ഡേറ്റ് വെച്ചിട്ടുണ്ട്. എത്രയാണ്? ഡിസംബർ 26, 1940. 1914 ഡിസംബർ 26. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ, അല്ലെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡിഡ് ദ ഓതർ ഫൈൻഡ് ഇൻ എ ജങ്ക് ഷോപ്പ്? അല്ലെ, ജങ്ക് ഷോപ്പിൽ വെച്ചിട്ട് ഓതർ എന്താണ് കണ്ടെത്തിയത്? നമുക്കറിയാം. വാട്ട് ഡിഡ് ഹി ഫൈൻഡ് ഇൻ എ സീക്രട്ട് ഡ്രോ? ആ എന്താണ് സീക്രട്ട് ഡ്രോയിൽ അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ഹു ഡു യു തിങ്ക് ഹാഡ് പുട്ട് ഇൻ ദേർ? ആരായിരിക്കാം ആ ലെറ്റർ അവിടെ കൊണ്ടുവന്ന് വെച്ചു? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനാണ്. ഓക്കെ.